morning. Okay, Priya. Good morning, ma'am. Good morning. Good morning, miss. Good morning. Good morning, ma'am. Okay, good morning, Nisha. Let's see, Amalchi Tanu. Okay. തുടങ്ങാം അപ്പൊ നമുക്ക് കുറച്ചൊരു ഭാഗം നമുക്ക് എടുക്കാനുള്ളൂ കേട്ടോ. ഓക്കെ ശ്രുതി, ഗുഡ് മോർണിംഗ്. ഓക്കെ ഫാദർ, ഗുഡ് മോർണിംഗ്. നമുക്ക് ചെറിയൊരു ഭാഗം കൂടെ ഇതിനകത്ത് എടുക്കാനുള്ളൂ കേട്ടോ. അതോടുകൂടി നമ്മുടെ ആ ചാപ്റ്റർ അവിടെ അവസാനിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. മിസ്സിന്റെ കഴിയാറായോ? പിന്നെ മിസ്സിന്റെ കഴിയാറായോ? ലെവൽസ് ഓഫ് ലബോറട്ടറി വരെ എത്തിയായിരുന്നോ? തീരാറായോ? തീരാറായി മാം. തീരാറായി അല്ലേ? ഇനി എന്താ എടുക്കാനുള്ളത്? എക്യുപ്മെന്റും കൂടെ എടുക്കാനുള്ളൂ? അല്ല, ലെവൽ ഓഫ് ലാബോറട്ടറി എക്യുപ്മെന്റ്. അത് അടുത്ത എനിക്കൊരു വെള്ളിയാഴ്ചയോടുകൂടി തീരും കേട്ടോ. വെള്ളിയാഴ്ചയോടുകൂടി നമ്മുടെ ക്ലാസ്സുകൾ കഴിയും കേട്ടോ. അതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആണല്ലോ. അപ്പൊ ഇനി അടുത്തത് എക്സാം ആണ് കേട്ടോ. അപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് കോഴ്സ് തരുമോ? എന്താണ് മോഡൽ ക്വസ്റ്റ്യൻസ് തരുമോ? ഇതൊരു മോഡൽ പോലെ തന്നെയാണ് കേട്ടോ. മോഡൽ എക്സാം അല്ലേ? ഓക്കെ, നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പോവാ കേട്ടോ. മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ ഡെയിലി തരുന്നുണ്ടല്ലോ, അതൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പോവാം. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോ ഇന്നലത്തെ ക്ലാസ്സില് നമ്മൾ പഠിച്ചത് എന്താണ്, എത്ര മാർക്കിനാണ് മോഡൽ എക്സാം, അത് വരുമ്പോ പറയാട്ടോ അർജുൻ. മോഡലല്ല, മൊഡ്യൂൾ എക്സാം ആണ് കേട്ടോ. 1ഉം 2ഉം മൊഡ്യൂൾസ് കൂടിയിട്ടുള്ള എക്സാം ആണ്. 600 മാർക്കിനായിരിക്കും എക്സാം കേട്ടോ. അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല. എക്സാമിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ അറിയിക്കും കേട്ടോ. അപ്പോ ഇന്നലത്തെ ക്ലാസ്സില് നമ്മൾ പഠിച്ചത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആയിരുന്നു. 4 കാര്യങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് റിക്വസിഷൻ ഫോം ആണ്. അവിടെ നോട്ട് ചെയ്യണം കേട്ടോ. റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യേണ്ടത് ആരാണ്? അത് ഡോക്ടർ ആണ് കേട്ടോ. അല്ലെങ്കിൽ ആ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് വർക്കർ ആണ് റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യേണ്ടത്. പിന്നെ സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ, ലബോറട്ടറി റെക്കോർഡ് കേട്ടോ. LIS-ഉം HIS എന്താന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ? LIS എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, LIMS എന്ന് പറയും കേട്ടോ. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും കേട്ടോ. അതായത് ലബോറട്ടറിയിൽ നമ്മൾ സ്പെസിമെൻസ് വരുമ്പോ അത് കളക്ട് ചെയ്യുന്നത് തൊട്ട് അതിന്റെ പ്രോസസ്സിങ്ങും ടെസ്റ്റിങ്ങും പ്രൊസീജിയേഴ്സും ഉൾപ്പെടെ അതിന്റെ ആ ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, എല്ലാ പ്രൊസീജിയേഴ്സുകളും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് LIS എന്ന് പറയുന്നത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനം ഉള്ളത് കൊണ്ട് ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ വർക്ക് ഫ്ലോ നമുക്ക് വളരെയധികം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, HIS എന്ന് പറഞ്ഞാൽ കുറേയും കൂടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. അത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സംവിധാനമാണ് കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ലബോറട്ടറി റെക്കോർഡിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഒരു ലബോറട്ടറി റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് അല്ലെ, അത് കണ്ടു. ഇനി നമ്മൾ സേഫ്റ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പോ സേഫ്റ്റി, ജനറൽ സേഫ്റ്റി മെഷേഴ്സുകൾ എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് സൈൻസ് ആൻഡ് സിംബൽസ് ആണ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി. ലാബിൽ നമുക്ക് പല സിംബലുകൾ നമുക്ക് കുറെയൊക്കെ പരിചയമുള്ളതാണ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ള കുറെ സിംബലുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ആ സിംബലുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. സിംബൽ തന്നിട്ട് ഇത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യണേ എന്ന് ചോദിക്കുകയാണെങ്കിൽ തെറ്റിപ്പോകരുത് കേട്ടോ. അത് കുറെ പിക്ചർ കണ്ടാൽ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. ബയോ ഹസാർഡ്, റേഡിയേഷൻ ഹസാർഡ്, അങ്ങനെയുള്ള സിംബലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ.
ഓക്കെ, ബയോ ഹസാർഡിന്റെ സിമ്പല്, റേഡിയേഷൻ ഹസാർഡിന്റെ സിമ്പല് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ബാക്കിയുള്ളതൊന്നും അങ്ങനെ എന്താ പറയാ തെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് റെസ്പോൺസിബിലിറ്റീസ് ആർ കോമൺ ഫോർ ദ ലാബ് മാനേജർ ജോബ്സ്. അതായത് ഒരു ലാബ് മാനേജറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു ലാബ് മാനേജർക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അതില് ഒരു 18 പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് നിങ്ങളോട് ചോദിക്കുക ഒരു ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഈ പറയുന്ന ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ആ രീതിയിലും ചോദിക്കാം. അല്ലെങ്കിൽ ചില പോയിന്റ് തന്നിട്ട് അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, ലബോറട്ടറി മാനേജറിന്റെ ആണോ അതോ ലാബ് ഡയറക്ടറിന്റെ ആണോ ഫിലബോട്ടോമിസ്റ്റിന്റെ ആണോ അല്ലെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ ആണോ, ആ രീതിയിലൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാര്യം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഒരു ഹൈറാർക്കി നിങ്ങൾ പഠിച്ചില്ലേ, ഒരു ടേബിള് നിങ്ങൾ പഠിച്ചില്ലേ, ലബോറട്ടറി ഡയറക്ടർ അതുപോലെ ഫിലബോട്ടോമിസ്റ്റിന്റെ ഒരു ഇത് പഠിച്ചല്ലോ. അപ്പൊ അതിലും റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അപ്പൊ അതും ഇതും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. വായിക്കാം, നമുക്ക് ഓരോ പോയിന്റുകൾ വായിക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ആണ് ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസർ ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. എന്താണ് ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസർ ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. അതായത് ഒരു ലാബിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുക, അത് നടപ്പിലാക്കുക, അതിന് മേൽനോട്ടം വഹിക്കുക. അതാണ് ലാബ് മാനേജറുടെ ഉത്തരവാദിത്തത്തിൽ ഒന്നാമത്തെ കാര്യം. എന്താണ് അപ്പൊ എന്താണ് ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ലാബിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ പറയുന്ന ലാബ് ടെസ്റ്റുകളുടെ ആക്യുറസി, അതിന്റെ റിലയബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മളൊരു ലാബിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് നമ്മൾ ലാബിൽ നിങ്ങൾ ലബോറട്ടറി സർവീസ് പഠിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റീവ് പഠിക്കുന്നുണ്ട്. ഒരു ലാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ അവരുടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെ. ഏറ്റവും കറക്റ്റ് റിസൾട്ട് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസിസ് നടത്താൻ പറ്റുള്ളൂ. കറക്റ്റ് ആയിട്ട് ഡയഗ്നോസിസ് നടന്നാൽ മാത്രമാണ് ശരിക്കുള്ള ആ ഒരു കറക്റ്റ് ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമുക്കറിയാലോ, നമ്മളുടെ ഒരു 70% അസുഖങ്ങൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ലാബ് ടെസ്റ്റുകളിലൂടെ അല്ലെങ്കിൽ റേഡിയോളജി ടെസ്റ്റുകളിലൂടെയൊക്കെയാണ് നമ്മൾ കൂടുതലും അല്ലെ. 70% അസുഖങ്ങളും നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ലാബ് ടെസ്റ്റുകളിലൂടെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ലാബ് ടെസ്റ്റുകളുടെ ആക്യുറസി, അതിന്റെ റിലയബിലിറ്റി, അത് ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുക. ഓക്കെ, അതാണ് അവിടെ ഔട്ട്ലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് വേണ്ട പ്ലാനുകൾ തയ്യാറാക്കുക, അത് എക്സിക്യൂട്ട് ചെയ്യുക, നടപ്പിലാക്കുക. പിന്നെന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സൂപ്പർവൈസ് ചെയ്യുക അല്ലെ, മേൽനോട്ടം വഹിക്കുക. ആരുടെ ഉത്തരവാദിത്തമാണ്? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു കേട്ടോ. ലബോറട്ടറിയുടെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലാബ് ടെസ്റ്റുകളുടെ ആക്യുറസിയും റിലയബിലിറ്റിയും ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുക, നടപ്പിലാക്കുക, അതിന് വേണ്ട മേൽനോട്ടം വഹിക്കുക. ഇതൊക്കെ ലബോറട്ടറി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ് കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെൻ എവർ നീഡഡ്. എന്താണ് കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെൻ എവർ നീഡഡ്? ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ പറയുന്ന നഴ്സിംഗ് മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, അവരുമായിട്ട് സമ്പർക്കം പുലർത്തുക, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ആര് പ്രവർത്തിക്കണം? ലാബ് മാനേജർ പ്രവർത്തിക്കണം. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്നത്? നമുക്ക് ചിലപ്പോൾ പേഷ്യന്റിന്റെ ഈ പറയുന്ന റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ.
ആ പേഷ്യന്റിന്റെ സേഫ്റ്റി, അവരുടെ കെയർ, പേഷ്യന്റ് കെയർ അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ലാബ് മാനേജർക്ക് ഈ പറയുന്ന ആ ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ടോ അല്ലെങ്കിൽ മറ്റവരുടെ മെഡിക്കൽ സ്റ്റാഫുകൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടറുടെ അടുത്തൊക്കെ അവർക്ക് കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം എന്താണ്? പേഷ്യന്റിന്റെ റിസൾട്ടുകളുടെ ആ ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപക്ഷെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഡോക്ടേഴ്സ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ നഴ്സിംഗ് സ്റ്റാഫുകളായിട്ടായിരിക്കും അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ടു ഇൻഷുർ ദ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ. അപ്പൊ ആവശ്യമുള്ളപ്പോൾ എല്ലാം നഴ്സിംഗ് മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ എന്നുള്ളതും ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ. നമ്മുടെ സ്പെസിഫിക് ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാണ്? ലബോറട്ടറി ഏരിയ അല്ലെ. സ്പെസിഫിക് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയ ഏതാണ്? ലബോറട്ടറി ആണ്, ലാബാണ് അല്ലെ. അതെ, അപ്പൊ ഈ ലബോറട്ടറി ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട പോളിസികള്, പ്രൊസീജിയറുകള് അതെല്ലാം തന്നെ നടപ്പിലാക്കുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ പറഞ്ഞിരുന്നു അല്ലെ. ഒരു ലാബിൽ എങ്ങനെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യണം, ലാബിലെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പോളിസികളും പ്രൊസീജിയറുകളൊക്കെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത് അല്ലെ. അപ്പൊ ആ ലാബ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയറുകളും ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ലാബ് മാനേജർക്കാണ് ഉള്ളത്. ഓക്കെ, അടുത്തതാണ് അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ്, ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. എന്താണ് അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ്, ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. ഈ ലാബിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ഉണ്ട് അല്ലെ, സ്റ്റാഫുകളുണ്ട്, അവരുടെ പെർഫോമൻസ് കൃത്യമായിട്ട് അസസ് ചെയ്യുക അല്ലെ, വിലയിരുത്താം, അതുപോലെ ഒബ്സർവ് ചെയ്യാം അല്ലെ, അവരുടെ പെർഫോമൻസ് ലെവൽ ഏത് രീതിയിലാണ് അല്ലെ, അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാം. ട്രാക്ക് ആൻഡ് ട്രെൻഡ് എന്ന് പറഞ്ഞ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? ട്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ? റെക്കോർഡ് ചെയ്യുക അല്ലെ. അവിടുത്തെ ടെക്നിക്കൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ മറ്റ് എംപ്ലോയീസ് ആയിക്കോട്ടെ അവരുടെ പെർഫോമൻസുകൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക അല്ലെ, അതാണ് ട്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ. ആൻഡ് ട്രെൻഡ് എന്ന് വെച്ചാൽ എന്താണ്? അനലൈസ് ചെയ്യുക അല്ലെ, അവരുടെ പെർഫോമൻസ് റെക്കോർഡ് ചെയ്ത് ഏത് രീതിയിലാണ് അവരുടെ പെർഫോമൻസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക അല്ലെ. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ്, ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ദ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ദ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. അതായത് ലാബിൽ പ്രവർത്തിക്കുന്ന പുതിയ സ്റ്റാഫുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിലവിലുള്ള സ്റ്റാഫ് മെമ്പേഴ്സുകളുടെ ആവശ്യമായിട്ടുള്ള ഓൺ ദ ജോബ് ട്രെയിനിങ് അല്ലെ. ഓൺ സൈറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ആ പരിശീലനങ്ങൾ കൊടുക്കുക അല്ലെ. അവർക്ക് ഈ പറയുന്ന പോലെ ഈ പറയുന്ന ജോലി സ്ഥലത്ത് വെച്ച് തന്നെ പുതിയ ജീവനക്കാരായിക്കോട്ടെ നിലവിലുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനായിക്കോട്ടെ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങള്, ട്രെയിനിങ്ങുകൾ അറേഞ്ച് ചെയ്യുക അല്ലെ. ഓക്കെ, കാരണം നമുക്കറിയാലോ ഇപ്പൊ പുതിയ സ്റ്റാഫുകൾക്ക് എന്താണ് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. നിലവിലുള്ള സ്റ്റാഫുകൾക്ക് ചിലപ്പോൾ അവരുടെ ആ ഒരു നോളജ് ചിലപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്യണം അല്ലെ. കാരണം പുതിയ വല്ല സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ വരുമ്പോഴോ പുതിയ വല്ല മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ, എക്യുപ്മെന്റ്സ് ഒക്കെ ലാബിൽ കൊണ്ടുവരുമ്പോ അതും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനൊക്കെയുള്ള ആ ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കണം അല്ലെ. അതുകൊണ്ടാണ് പറഞ്ഞത് പുതിയ ജീവനക്കാർക്കും നിലവിലുള്ള ജീവനക്കാർക്കും ആവശ്യമായിട്ടുള്ള ഓൺസൈറ്റ് ട്രെയിനിങ്ങുകൾ അറേഞ്ച് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ലാബ് മാനേജർക്കാണ്. ഓക്കെ, അടുത്തത് ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻ. ഈ ഡിസ്ചാർജിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിർവഹിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻസ്. അതായത് ലബോറട്ടറി പ്രവർത്തനങ്ങൾ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ചുമതലകളും നിർവഹിക്കാം. ചിലപ്പോൾ അധിക ചുമതലകൾ വേണ്ടി വരും അല്ലെ. ലാബുമായിട്ട് ലാബിന്റെ പ്രവർത്തനങ്ങൾ ലാബിന്റെ വർക്ക് ഫ്ലോ ഏറ്റവും സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ ഡ്യൂട്ടീസുകളൊക്കെ നിർവഹിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ആർക്കാണുള്ളത്? ലാബ് മാനേജർക്കാണ്. ഓക്കെ, അടുത്തെന്താണ്? എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് all internal and external customers. എന്താണ്? എക്സ്റ്റെൻഡ്
കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. അതായത് എല്ലാ ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെ ഉൾപ്പെടുന്ന രീതിയിൽ ലാബിന്റെ ഉപഭോക്തൃ സേവനങ്ങള് വിപുലമാക്കുക. അപ്പൊ ഒരു സംശയം, എന്താണ് ഇന്റേണൽ കസ്റ്റമേഴ്സ് ആരാണ്, എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ആരാണ്? ഇന്റേണൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ലാബില് അവരോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റു കൊളീഗ്സുകള്, അവിടുത്തെ ആ ഹോസ്പിറ്റലിലുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ, അവരൊക്കെ എന്താണ്? ഇന്റേണൽ കസ്റ്റമേഴ്സ് ആണ് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ആളുകളാണ് അല്ലെ. അവിടെ പ്രവർത്തിക്കുന്ന കൊളീഗ്സ്, മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ, അവരൊക്കെ ഇന്റേണൽ കസ്റ്റമേഴ്സ് ആണ്. എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അല്ലെ, പേഷ്യൻസ്, വിസിറ്റേഴ്സ്, മറ്റ് സപ്ലൈസ്, ഇവരൊക്കെ എന്താണ്? എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ആണ് അല്ലെ. അങ്ങനെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെ ഉൾപ്പെടുന്ന രീതിയിൽ ഉപഭോക്തൃ സേവനങ്ങളെ വിപുലമാക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ അവിടെ നമ്മള് എന്താണ്, ലാബിന്റെ സേവനങ്ങള് ഒരു പ്രത്യേക ബൗണ്ടറിക്കുള്ളിൽ ഒതുങ്ങി പോകരുത്, കുറേയും കൂടെ ബ്രോഡ് ആയിട്ടുള്ള രീതിയിൽ അതിന്റെ സേവനങ്ങളെ എൻലാർജ് ചെയ്യാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആദ്യ ഉത്തരവാദിത്തമാണ് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്ത പോയിന്റ് ഇതാണ്, മേക്ക് ഷുവർ ദാറ്റ് communication of laboratory data and appropriate result reporting. അതാണ് make sure that communication of laboratory data and appropriate result reporting. അല്ലെ, ലാബ് ഡാറ്റകള്, ലബോറട്ടറി ഡാറ്റകള് പ്രോപ്പർ ആയിട്ട് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ. പേഷ്യന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പേഷ്യന്റിന്റെ കൺസേൺഡ് ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അവരുടെ ലാബ് ഡാറ്റകൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ശരിയായിട്ട് റിസൾട്ടിന്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അതായത് ലാബിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും അല്ലെ, ഈ പറയുന്ന ഓരോ ടെസ്റ്റുകളും കറക്റ്റ് ആയിട്ട് അതിന്റെ കമ്മ്യൂണിക്കേഷൻ ബന്ധപ്പെട്ട വ്യക്തികളെ അറിയിച്ചിരിക്കണം. പേഷ്യന്റിനെ അറിയിക്കണം, പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെ അറിയിച്ചിരിക്കണം. അതുപോലെ പ്രോപ്പർ ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് റിപ്പോർട്ടിംഗ് അവിടെ ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. മേക്ക് ഷുവർ ദാറ്റ് communication of laboratory data and appropriate result reporting. Okay. അടുത്ത പോയിന്റ്, release the samples to laboratory staff and communicate due dates and turnaround times. അതായത് release the samples to laboratory staff and communicate due date അല്ലെ. ഓക്കെ, ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എപ്പോഴാണ് നമുക്ക് ഈ ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുക അല്ലെ. ടെല്ലിംഗ് ദം അല്ലെ, ടെല്ലിംഗ് ദം when the results are ready അല്ലെ. എപ്പോഴാണ് ടെല്ലിംഗ് ദം when the results are needed, എപ്പോഴാണ് റിസൾട്ട്സ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കാം അല്ലെ. അതായത് ലാബിലേക്ക് വരുന്ന ഓരോ സാമ്പിളുകളും അത് ലാബിലെ സ്റ്റാഫുകൾക്കായിട്ട് റിലീസ് ചെയ്യുക അല്ലെ. ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സാമ്പിൾ കൊടുക്കുക അവർക്ക്. അതോടൊപ്പം തന്നെ എന്താണ്, കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ് അല്ലെ. ദാറ്റ് മീൻസ് ടെല്ലിംഗ് ദം when the result are needed അല്ലെ. എപ്പോഴാണ് റിസൾട്ട് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് സ്റ്റാഫുകളോട് പറയാം. ഇന്ന ദിവസം ഇന്ന സമയത്ത് റിസൾട്ട് വേണം എന്നുള്ള കാര്യങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് ടേൺ അറൌണ്ട് ടൈം. ടേൺ അറൌണ്ട് ടൈം എന്ന് വെച്ചാൽ ഹൗ ക്വിക്ലി ദ റിസൾട്ട്സ് ആർ റെഡി, എത്ര പെട്ടെന്ന് ഈ പറയുന്ന റിസൾട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇതാണ് ടേൺ അറൌണ്ട് ടൈം എന്ന് വെച്ചാൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ലാബ് സ്റ്റാഫുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മനസ്സിലായോ? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് ലാബിലേക്ക് വരുന്ന സാമ്പിളുകള് ലാബിലെ സ്റ്റാഫുകൾക്ക് കൊടുക്കുക, ടെസ്റ്റിങ്ങിനായിട്ട് റിലീസ് ചെയ്യാം. അതോടൊപ്പം തന്നെ അവരുമായിട്ട് ഡ്യൂ ഡേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ. എന്താണെന്ന് വെച്ചാൽ ടെല്ലിംഗ് ദം when the results are needed, ഇപ്പോഴാണ് റിസൾട്ട് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് അവരെ അറിയിക്കാം. അതോടൊപ്പം തന്നെ എത്ര പെട്ടെന്ന് എത്ര വേഗത്തിൽ റിസൾട്ട് റെഡിയാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതൊക്കെ ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈന്റ്സ്. നമ്മൾ ലാബുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വളരെ എന്താ പറയാ കോംപ്ലക്സ് ആയിട്ടുള്ള എന്താ പറയാ പ്രശ്നങ്ങള്, പരാതികള്, അത് ശരിയായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള റെസൊല്യൂഷൻസ് അല്ലെ, പരിഹാരങ്ങള് നിർദ്ദേശിക്കുക. അത് ചെയ്യണം ലാബ് മാനേജർ ചെയ്യണം അല്ലെ. ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈന്റ്സ് കേട്ടോ. അതായത് ലാബുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസുകള്, പ്രശ്നങ്ങള്, പരാതികള് അത് കൈകാര്യം ചെയ്യുക. അതിന് വേണ്ട പരിഹാര മാർഗങ്ങള് നിർദ്ദേശിക്കുക. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്താണ്?
responsible for all employees who are working at all labs on demand facilities. അതായത് നമ്മൾ എല്ലാ ലാബ് ലൊക്കേഷനുകളിലും പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ഉണ്ടാവും അല്ലെ? എല്ലാ ലാബ് ലൊക്കേഷനിലും. ലാബ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലാബിന്റെ തന്നെ ഫങ്ഷണൽ ഡിവിഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു അല്ലെ? ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി ഉണ്ട്, മൈക്രോബയോളജി ലാബ് ഉണ്ട് അല്ലെ? ഇതൊക്കെ ഉണ്ട്. ബയോകെമിസ്ട്രി ലാബുകൾ ഉണ്ട്. അങ്ങനെ എല്ലാ ലാബ് ലൊക്കേഷനുകളിലും വർക്ക് ചെയ്യുന്ന ജീവനക്കാര് എംപ്ലോയീസിനെയും അതുപോലെ തന്നെ ഓൺ ഡിമാൻഡ് ഫെസിലിറ്റി. ഓൺ ഡിമാൻഡ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അർജന്റ് ആയിട്ട് ഒരു റിക്വയർമെന്റ് വരുന്നുണ്ട്, പെട്ടെന്ന് റിസൾട്ട് കൊടുക്കേണ്ട ഒരു അർജൻസി എന്താ പറയാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നേ. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ലാബുകളെയാണ് നമ്മൾ ഓൺ ഡിമാൻഡ് ഫെസിലിറ്റി. ഓൺ ഡിമാൻഡ് ആണ്, അതായത് പെട്ടെന്ന് അർജന്റ് ആയിട്ട് ഒരു ഡിമാൻഡ് ചെയ്തിട്ട് ഇതിന് പെട്ടെന്ന് അർജൻസി ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ കൊണ്ടുവന്ന് ഇമീഡിയറ്റ് ആയിട്ട് റിസൾട്ട് ആവശ്യപ്പെടുന്ന അങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുമ്പോൾ പെട്ടെന്ന് അങ്ങനെയുള്ള ടെസ്റ്റ് ഒക്കെ ചെയ്ത് റിസൾട്ട് കൊടുക്കുന്ന ലാബുകളെയാണ് നമ്മൾ ഓൺ ഡിമാൻഡ് ഫെസിലിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് മേൽനോട്ടം വഹിക്കാനുള്ള, അവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ലാബ് മാനേജർക്ക് ഉണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? എൻഷുവർ അഡ്ഹിയറൻസ് വിത്ത് ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് ടു പ്രൊവൈഡ് ദ ഓപ്പറേഷൻ. അതായത് ലബോറട്ടറി ഓപ്പറേഷൻസ്, ലബോറട്ടറി പ്രവർത്തനങ്ങള് എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻ. ഫെഡറൽ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ? അതുപോലെ തന്നെ സ്റ്റേറ്റ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ? ആ ലാബുകൾ സ്ഥിതി ചെയ്യുന്ന അതത് സ്റ്റേറ്റുകളിലെ റെഗുലേഷൻസുകൾ ഉണ്ട് അല്ലെ? നിയന്ത്രണങ്ങളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പോരാത്തതിന് സിസ്റ്റം റെഗുലേഷൻ ഉണ്ട്. സിസ്റ്റം റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ അല്ലെ? ആ ഒരു ഓർഗനൈസേഷന്റെ ഈ പറയുന്ന റൂൾസ്. ആ ലാബ് പ്രവർത്തിക്കുന്നത് ഏത് ഹോസ്പിറ്റലിലാണോ ആ ഹോസ്പിറ്റലിന് അവരുടേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അല്ലെ? അതിനെയാണ് അവിടെ സിസ്റ്റം റെഗുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ ലബോറട്ടറി ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഈ പറയുന്ന ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസുകള് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? അഷ്വർ കംപ്ലൈൻസ് വിത്ത് ഓൾ കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ ദ ലബോറട്ടറി. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്, സിസ്റ്റം റെഗുലേഷൻസ് ആണ് കേട്ടോ. ലബോറട്ടറിയിൽ ഈ പറയുന്ന എല്ലാ പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. നമ്മൾ കുറെ പോളിസികൾ പ്രൊസീജിയറുകളൊക്കെ പഠിച്ചില്ലേ? സാമ്പിൾ ലേബലിംഗ്, ഡോക്യുമെന്റേഷൻ, റിക്വസിഷൻ ഫോം, സാമ്പിൾ ആക്സെപ്റ്റൻസ്, റിജക്ഷൻ, ലബോറട്ടറി റെക്കോർഡ് എന്നൊക്കെ പറയുന്ന ഒരുവിധം പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതെല്ലാം തന്നെ കൃത്യമായിട്ട് അവിടെ ഓരോ സ്റ്റാഫുകളും പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? Enlarge the lab's research portfolio by helping to develop new research projects and proposals. ഇതാണ് enlarge the lab's research portfolio by helping to develop new research project and proposal. ചുരുക്കി പറഞ്ഞാല് ലാബിന്റെ ഗവേഷണ പ്രവർത്തനങ്ങള് എന്ത് ചെയ്യാ? ഇംപ്രൂവ് ചെയ്യുക അല്ലെ? മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് enlarge the lab's research portfolio by helping to develop new research projects and proposals. അതായത് പുതിയ പുതിയ റിസർച്ച് പ്രോജക്റ്റുകള്, പുതിയ പുതിയ ഗവേഷണ പദ്ധതികള്, അതുപോലെ പുതിയ ഗവേഷണ പദ്ധതികൾ കൊണ്ടുവന്നാൽ മാത്രം പോരാ. ഇങ്ങനെയുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ടിംഗ് ഫണ്ട് വേണം അല്ലെ? ഫണ്ടിങ്ങും കാര്യങ്ങളുടെയൊക്കെ ആവശ്യം വരും അല്ലെ? അതാണ് ഇവിടെ പ്രപ്പോസൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പുതിയ ഗവേഷണ പദ്ധതികൾ കൊണ്ടുവരാൻ അതിനാവശ്യമായിട്ടുള്ള ഈ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് ഒരു ലാബിന്റെ ഗവേഷണ പ്രവർത്തനങ്ങളെ എൻലാർജ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചേ. ക്ലിയർ ആണല്ലോ? enlarge the lab's research portfolio
by helping to develop a new research project and proposal. പുതിയ പുതിയ ഗവേഷണ പദ്ധതികളും അതിനാവശ്യമായിട്ടുള്ള ഫണ്ടിങ് ഒക്കെ ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ട എല്ലാ പിന്തുണകളും നൽകിക്കൊണ്ട് ഒരു ലാബിന്റെ ഗവേഷണ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യുക അല്ലെ, മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്തത് എന്താണ്, സെറ്റപ്പ് ആൻഡ് കീപ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്പെസിഫിക്കേഷൻസ്. ഇവിടെ സ്പെസിഫിക്കേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞല്ലോ ലബോറട്ടറി റെക്കോർഡുകളെ പറ്റി നമ്മൾ പരിചയപ്പെട്ടില്ലേ. ഒരു ലബോറട്ടറി റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ പറയുന്ന എല്ലാ ലബോറട്ടറി റെക്കോർഡുകളും എന്താണ് വിത്ത് സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിന് അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാ ലബോറട്ടറി റെക്കോർഡുകളും അവിടെ പ്രത്യേകം സജ്ജീകരിച്ച് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിരിക്കണം അല്ലെ. ലബോറട്ടറി റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു, അതിനകത്ത് ഉൾപ്പെടുന്നത് അല്ലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, ഇൻസിഡന്റ് റിപ്പോർട്ട് ഒക്കെ പഠിച്ചില്ലേ നമ്മൾ, സ്റ്റോക്ക് കാർഡ്, സപ്ലൈ റെക്കോർഡ് അല്ലെ, ഇങ്ങനത്തെ ഒത്തിരി നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ലബോറട്ടറി റെക്കോർഡുകളും എന്ത് വേണം, ഈ പറയുന്ന പോലെ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനനുസരിച്ച് കൊണ്ട് സജ്ജീകരിച്ച് സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ദ ലാബ് സെഷൻസ്. വിവിധ ലാബ് സെഷൻസുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്ലൈസുകളുടെയും ലഭ്യത ഉറപ്പുവരുത്തുക. അതാണ് മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ലാബ് സെഷൻസ്. അതായത് വിവിധ ലാബ് സെഷൻസുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ. ഞാൻ ലാബ് സെഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾ തുടക്കം പഠിച്ചില്ലേ, ഫങ്ഷണൽ ഡിവിഷൻ ഒക്കെ പഠിച്ചതല്ലേ. ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി ഉണ്ട് അല്ലെ, മൈക്രോബയോളജി ലാബുകളുണ്ട്, ബയോ കെമിസ്ട്രി ലാബുകളുണ്ട്. ഓരോ ലാബുകളിലേക്കും ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ വ്യത്യാസമുള്ളതായിരിക്കും അല്ലെ. അപ്പോ വിവിധ ലാബ് സെഷൻസിന് ആവശ്യമായിട്ടുള്ള സപ്ലൈസുകളുടെ അവൈലബിലിറ്റി, അതിന്റെ ലഭ്യത ഉറപ്പാക്കേണ്ടതും ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അടുത്തത് എന്താണ്, സജസ്റ്റ് ദ മെഷേഴ്സ് ടു എൻഹാൻസ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, യൂസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് നീഡ്സ് ഫോർ ദ ന്യൂ എക്യുപ്മെന്റ്. എന്താണ്, suggest the measures to enhance testing procedures, use of equipment and the needs for new equipments. അതായത് നമുക്ക് ലാബിന്റെ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് കുറെ കൂടി ഇംപ്രൂവ് ചെയ്യണം. അതുപോലെ എക്യുപ്മെന്റ്സുകളെ കുറെ കൂടെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. നിലവിലുള്ള കറന്റ് എക്യുപ്മെന്റ്സുകൾ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം, പുതിയ എക്യുപ്മെന്റ്സുകളുടെ ആവശ്യകതകള് അല്ലെ, ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കേണ്ടത് ലാബ് മാനേജറാണ്. കാരണം ടെസ്റ്റിംഗ് പ്രൊസീജിയർ കുറെ കൂടി ഇംപ്രൂവ് ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ യൂസ് ഓഫ് എക്യുപ്മെന്റ്സ്, നിലവിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഏത് രീതിയിൽ ഉപയോഗിക്കണം, അത് എപ്പോ മെയിൻ്റനൻസ് നടത്തണം, എപ്പോ കാലിബ്രേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നീഡ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ്, പുതിയ എക്യുപ്മെന്റ്സുകളുടെ ആവശ്യകതകൾ, ഇങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതും ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് ഫൈനൽ വൺ എന്താണ്, മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ. അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ ലബോറട്ടറി ആണ് അല്ലെ. ലാബുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന, ലാബിലേക്ക് വരുന്ന റവന്യൂ, വരുമാനം, അതുപോലെ എക്സ്പെൻസുകൾ, അതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം. അതുപോലെ അനലൈസ് ചെയ്ത് വിശകലനം ചെയ്തിട്ട് അതിന്റെ ആ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള് എന്ത് ചെയ്യാം, ജസ്റ്റിഫൈ ചെയ്ത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കേണ്ടതും ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ ആണോ? 18 പോയിന്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, ഈ 18 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. എന്നിട്ട് ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ.
പഠിച്ചു നോക്കിയോ? ഇതിൽ പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയാം കേട്ടോ. പതിനേഴാമത്തെ പോയിന്റ് മനസ്സിലാക്കിയ റെസിനിക്ക് ഇതാണ് കേട്ടോ. സജസ്റ്റ് ദ മെഷേഴ്സ് ടു എൻഹാൻസ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, യൂസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് ദി നീഡ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ്. അതായത് ഒരു ലാബിലെ ടെസ്റ്റുകൾ ഉണ്ടല്ലോ, ടെസ്റ്റിംഗ് പ്രൊസീജിയറുകളൊക്കെ അതെന്താണ് കുറെ കൂടി ഇംപ്രൂവ് ചെയ്യണം അല്ലെ. നല്ല ടെസ്റ്റിംഗ് പ്രൊസീജിയറുകളിലൊക്കെ കുറേ കൂടെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാം. അതുപോലെ യൂസ് ഓഫ് എക്യുപ്മെന്റ്സ്, അതായത് ലാബിൽ ഉപയോഗിക്കുന്ന ധാരാളം എക്യുപ്മെന്റ്സ് ഒക്കെ ഇല്ലേ, സെൻട്രിഫ്യൂജിംഗ് മെഷീൻസുകളും മറ്റൊരുപാട് ഡിവൈസസ് ഒക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, മെഷീനറീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, എപ്പോ അത് മെയിൻ്റനൻസ് നടത്തണം, എപ്പോ കാലിബ്രേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ നീഡ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ്, പുതിയ എക്യുപ്മെന്റ്സിന്റെ ആവശ്യകതകൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതും അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കേണ്ടതും ആരാണ്? ലാബ് മാനേജറാണ്. കാര്യം ആ ലാബിന്റെ കംപ്ലീറ്റ് മേൽനോട്ടം വഹിക്കുന്നത് ആ ഒരു വ്യക്തിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? സീനല്ലേ ചോദിച്ചത്? ഓക്കെ, പിന്നെ സീതു എന്താ ചോദിച്ചത്? സീതു നിമിഷ 6ാമത്തെ പോയിന്റ്, സീതു 5ാമത്തെ പോയിന്റ്. ഓക്കെ, പറയാട്ടാ. എന്നിട്ട് 2, 3, 4, 5 5ാമത്തെ പോയിന്റ് ഇതാണ്. അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ദ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. അതായത് ലാബിൽ പ്രവർത്തിക്കുന്ന, ലാബിലേക്ക് വന്നിട്ടുള്ള പുതിയ എംപ്ലോയീസ് ഉണ്ടാവില്ലേ, പുതിയ ജീവനക്കാരുണ്ടാവും, നിലവിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവും. അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മൾ ഏതൊരു ഡിപ്പാർട്ട്മെന്റിലേക്കും പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടാനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. ഓക്കെ, പ്രത്യേകിച്ച് പുതിയ എംപ്ലോയീസിന്, എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സിന് കേട്ടോ. നിലവിലുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനാണെങ്കിലും ഇപ്പൊ നമുക്കറിയാം ലാബിലൊക്കെ പുതിയ ടെക്നോളജി ചിലപ്പോൾ വരാം, പുതിയ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ടെസ്റ്റിങ്ങുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ അവർക്ക് എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി ട്രെയിനിങ്, ഓൺ സൈറ്റ് ട്രെയിനിങ് എന്ന് വെച്ചാൽ ജോലിയിൽ നിന്നുകൊണ്ടുള്ള ട്രെയിനിങ് കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ്സുകളും ആര് ചെയ്യണം? ഒരു ലാബ് മാനേജർ ചെയ്തിരിക്കണം. ഓക്കെ, then അടുത്തത് 6ാമത്തെ പോയിന്റ്. 6ാമത്തെ പോയിന്റ് ആരാണ് ചോദിച്ചേ? 5ാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? സീതുവിന്. നിമിഷയ്ക്ക് 6ാമത്തെ പോയിന്റ് അല്ലേ? ഓക്കെ, 6, 7. 6ാമത്തെ പോയിന്റ് ഇതാണ്. ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻസ്. ലാബിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധിക ചുമതലകളൊക്കെ നിർവഹിക്കേണ്ടത് ആരാണ്? ലാബ് മാനേജറാണ്. ഇപ്പൊ ലാബിന്റെ പ്രവർത്തനങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പല ഡ്യൂട്ടീസ് ഒക്കെ വരും. അങ്ങനെയുള്ള എല്ലാ ഡ്യൂട്ടീസുകളും നിർവഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ലാബ് മാനേജർക്കാണ് ഉള്ളത്. ഓക്കെ, വരുന്നത് 7ാമത്തെ പോയിന്റ്. എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് to include all internal and external customers. Internal external customers എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇന്റേണൽ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ആ ഒരു ലാബില് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റു കൊളീഗ്സുകൾ ഉണ്ട്, അവിടെ തന്നെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലെ ആളുകളുണ്ട്, അവരെയും ഉൾപ്പെടുത്തണം. അതുപോലെ എക്സ്റ്റേണൽ കസ്റ്റമർ എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, പേഷ്യൻസ് അല്ലെ, അതുപോലെ തന്നെ എന്താ പറയാ, വിസിറ്റേഴ്സ് അല്ലെ, മറ്റ് സപ്ലൈസ്, അങ്ങനെ അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എന്താ പറയാ ആ ഒരു രീതിയിൽ കസ്റ്റമർ സർവീസുകളെ വിപുലമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ലാബിന്റെ സേവനങ്ങള് ഒരു ചെറിയ ബൗണ്ടറിയിൽ ഒതുങ്ങി നിൽക്കാതെ വളരെ നല്ല രീതിയിൽ, വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിൽ ആ കസ്റ്റമർ സേവനങ്ങളെ വിപുലമാക്കുക എന്നുള്ളതാണ് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. മനസ്സിലായോ? അതിന്റെ ഓക്കെ ആണോ? സീതു, നിമിഷ ഓക്കെ ആണോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ചാപ്റ്ററുടെ അവസാനിക്കാൻ കേട്ടോ. അപ്പോ
ഇനി നിങ്ങൾക്ക് എക്സാം ആണ്. അപ്പോ വെള്ളിയാഴ്ചയോട് കൂടി നിങ്ങളുടെ പോർഷൻസ് ഒക്കെ തീരും. നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പോ പിന്നെന്താണ് പറയാനുള്ളത്? ഓൺലൈൻ ആയിട്ടുള്ള എക്സാം ആണ്. ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നതിന്റെ ചിലപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ അല്ല, എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. അത് പേടിക്കൊന്നും വേണ്ട കേട്ടോ, എളുപ്പമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഒരു മോഡൽ പോലെ കണക്കാക്കാം കേട്ടോ. ഓൺലൈൻ ആയിട്ടുള്ള എക്സാം ആണെന്ന് അറിയാലോ, ഡിസ്ക്രിപ്റ്റീവ് അല്ല. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ അതിന് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ മാർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫോണിലാണെങ്കിൽ ഫോണൊക്കെ ഫുൾ ചാർജ് ആക്കി വെക്കുക കേട്ടോ. ലാപ്ടോപ്പിലൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കാം. റേഞ്ചുള്ള സ്ഥലത്ത് പോയിരിക്കണം കേട്ടോ. റേഞ്ചിന്റെ പ്രശ്നം മഴയൊക്കെ ഇല്ലേ, അപ്പൊ പറയാൻ പറ്റില്ല. റേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോ വരാം. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ക്ലാസ്സിൽ കയറുന്നത് പോലെ. അതെന്ന് വെച്ചാൽ വേറെ ഒന്നുണ്ടല്ല, നോർമലി നമ്മൾ ക്ലാസ്സിൽ കയറുന്ന പോലെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സ്കൂളിൽ ചിലപ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. ഓൾറെഡി നമുക്ക് ടെൻഷൻ ഉണ്ട്, അതിന്റെ ഇടയിൽ കൂടെ റേഞ്ചും കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വിഷമാവും. അതുകൊണ്ടാണ് പറയുന്നത് അത്യാവശ്യം റേഞ്ചുള്ള സ്ഥലത്ത് പോയിരിക്കാം. അതുപോലെ എന്തായാലും റിലാക്സ് ചെയ്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. റിലാക്സ് ചെയ്ത് വായിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ID, ഓക്കെ, മെയിൽ ID, അതുപോലെ നിങ്ങളുടെ എന്താണ് റോൾ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്യണം കേട്ടോ. അത് കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ റിലാക്സ് ചെയ്ത് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻസ് ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ ലാസ്റ്റ് എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം റോൾ നമ്പർ അതൊക്കെ തരൂട്ടോ. അർജുൻ ഇതൊക്കെ തരും. ആ സമയത്തല്ല നിങ്ങൾക്ക് ആ സമയം ആകുമ്പോ തരൂട്ടോ. അപ്പോൾ തന്നെ അറിയില്ല കേട്ടോ, റിസൾട്ട് അപ്പൊ തന്നെ അറിയില്ല. തരും കേട്ടോ. അതിലേക്ക് 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും റിസൾട്ട് കിട്ടും. എപ്പോഴാന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അധികം വൈകാതെ റിസൾട്ട് കിട്ടും. അപ്പൊ തന്നെ കിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മെയിൽ ID അങ്ങനെയുള്ള നമ്പർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ലാസ്റ്റ് സബ്മിറ്റ് കൊടുക്കണം. ഓക്കെ, സബ്മിറ്റ് കൊടുത്തിട്ട് ഉടനടി എന്ത് ചെയ്യരുത്, നെക്സ്റ്റ് ചെയ്ത് പോകരുത് കേട്ടോ. സബ്മിറ്റ് ചെയ്തിട്ട് അതൊക്കെ പറ്റും. തന്നിരിക്കുന്ന സമയം കൊണ്ട് നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല കേട്ടോ. PSC-ലൊക്കെ അല്ലേ നെഗറ്റീവ് മാർക്ക്, ഇവിടെ അങ്ങനെ കേട്ടോ. ഓക്കെ, അപ്പൊ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങള് നിങ്ങളുടെ ഇൻവിജിലേറ്ററിനോട് പറയണം കേട്ടോ. നിങ്ങളുടെ പേരും അടക്കം പറയണം. സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരോട് പറയണം. അവരത് അറ്റൻഡ് പോയി നോക്കി റെക്കോർഡായി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അവരുടെ പെർമിഷനോട് കൂടി മാത്രമേ നിങ്ങൾ ലെഫ്റ്റ് ആവാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇല്ല അർജുൻ, റിസൾട്ട് അന്ന് തന്നെ അറിയില്ല കേട്ടോ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു തവണ എഴുതൂ, ഒരു തവണ അറ്റൻഡ് ചെയ്യൂ. അപ്പൊ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആകും കേട്ടോ. അപ്പൊ വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ അപ്പൊ നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ, 15 മിനിറ്റ് സമയമുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഞാൻ വെറുതെ ഒരു ട്രയൽ പോലെ ഞാൻ പറയാണ്. നിങ്ങൾ നോക്കാം കേട്ടോ, നിങ്ങൾക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നോക്കുക കേട്ടോ. അതെ മിസ്സിന, ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾസ് കൂടിയിട്ട് ഒറ്റ എക്സാം ആണ്. അതാണ് മൊഡ്യൂൾ എക്സാം ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് കേട്ടോ. മൊഡ്യൂൾ എക്സാം 1ഉം 2ഉം മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് കേട്ടോ. അപ്പൊ ഞാൻ ശരിക്കും എടുത്ത ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫാർമസിയുടെ ഒരു ചെറിയൊരു പേജ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതെ രേഷ്മ, വീഡിയോ ഓൺ ആക്കി വെക്കുന്നു കേട്ടോ. വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ.
പിന്നെ എന്താണ് ഓക്കെ ഞാൻ ഫാർമസി വാഹിദസ് പോയ സമയത്താണ് ഞാൻ വന്നത്. ഓക്കെ അപ്പൊ ഫാർമസിയുടെ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എടുത്തത് ഡയാലിസിസ് സർവീസസ് ആണ്, പിന്നെ സ്പില്ലേജ് വേസ്റ്റ്, മെഡിക്കൽ ടെർമിനോളജിയുടെ കുറച്ച് ഭാഗവും ലബോറട്ടറി, ഇത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ അപ്പോ ഞാന് കുറച്ച് ക്വസ്റ്റ്യൻ ലബോറട്ടറിയിൽ കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ പറയാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഓക്കെ ഹൂ കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ്? ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ് കേട്ടോ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ടെക്നിക്കൽ സൂപ്പർവൈസർ, ഓപ്ഷൻ ബി ലബോറട്ടറി ഡയറക്ടർ, ഓപ്ഷൻ സി general supervisor and option D MLT medical laboratory technician. ആരാണ് ഉത്തരം? അർജുൻ എടുക്കാനല്ല, ഉത്തരമൊക്കെ പറഞ്ഞില്ല. ലബോറട്ടറി ഡയറക്ടർ കേട്ടാ, കറക്റ്റ് ആണ് കേട്ടോ. ലബോറട്ടറി ഡയറക്ടർ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ പിന്നെ ഹൈറാർക്കിയൽ ലെവൽസ് നിങ്ങൾ പഠിച്ചില്ലേ, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തത് the responsibility of a phlebotomist is. The responsibility of a phlebotomist is. Options വായിക്കാം. Option A supervision of technical and scientific functions. Option B performs customary tests. Option C gathers blood samples from patients. And option D explains the test result. എന്താണ് ഓപ്ഷൻ സി ആണ് കേട്ടോ. അറിയാലോ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത് ആരാണ്? ഫിലബോട്ടോമിസ്റ്റ് ആണ് അല്ലെ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ, SOP-യുടെ ഫുൾ ഫോം എന്താണ്? എക്സ്പാൻഷൻ ഓഫ് SOP ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് SOP-യുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ? SOP ഫുൾ ഫോം എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. കറക്റ്റ് ആണ് കേട്ടോ. അർജുൻ, ലെസ്സി, ഷംസീന കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഓക്കെ അടുത്തത് who gives the accreditation to the laboratories in India? നമ്മുടെ ഇന്ത്യക്ക് ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത് ആരാണ്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഓക്കെ അർജുൻ പറഞ്ഞു കറക്റ്റ് ആണ് കേട്ടോ. NABL ആണ് അല്ലെ. ഓക്കെ നാഷണൽ എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ കാലിബ്രേഷൻ ലബോറട്ടറീസ് അല്ലെ, NABL കേട്ടോ. NABL ആണ് എന്തിന് അംഗീകാരം കൊടുക്കുന്നത്? ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് enables a laboratory to track the specimens from receipt to reporting. ഏതാണ്? ഡാഷ് enables a laboratory to track the specimens from receipt to reporting. പറഞ്ഞു ഒരു സോഫ്റ്റ്വെയർ സംവിധാനം ഉണ്ട് അല്ലെ. ഇതാണ് സോഫ്റ്റ്വെയർ സംവിധാനം. ഇതാണ് പറഞ്ഞേ. ഏത് സോഫ്റ്റ്വെയർ സംവിധാനമാണ്? LIS അല്ലെ, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനമാണ് അല്ലെ. ശരി Dialysis was first used effectively എന്നാണെന്നൊന്ന് പറഞ്ഞേ. Dialysis was first used effectively in ഏത് വർഷമായിരുന്നു? ഓർമ്മയുണ്ടോ? എന്തെങ്കിലും പറഞ്ഞേ. Dialysis was first used effectively in. ഓപ്ഷൻസ് വേണം. ഓക്കെ ഓപ്ഷൻ വായിക്കാം. 1980. ഓക്കെ വെരി ഗുഡ് കറക്റ്റ് ആണ്. സംഗീത, സുമ, മരിയ, രേണു കറക്റ്റ് ആണ് കേട്ടോ. 1940. ഓക്കെ ബ്ലെസ്സി, അനു കറക്റ്റ് ആണ് കേട്ടോ. 1940. അർജുൻ ഉത്തരം കിട്ടിയോ? 1940-ലാണ് 1940-കളിലാണ് ഈ പറയുന്ന ഡയാലിസിസ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ അടുത്തത് the length of dialysis that depends on the factors. ഒരു ഡയാലിസിന്റെ ലെങ്ത്, അതിന്റെ ഡ്യൂറേഷൻ എന്തൊക്കെ കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്തൊക്കെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു? എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി. വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ.
ഒരെണ്ണം കറക്റ്റ് ആണ്. എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി. ഓക്കെ, വെരി ഗുഡ് മരിയ, സംഗീത, അർജുൻ. ഓക്കെ, പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത് കറക്റ്റ് ആണ്. ബോഡി സൈസ് കറക്റ്റ് ആണ്. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, എന്താണത്? ഒരെണ്ണം കൂടെ എല്ലാം പറഞ്ഞു അല്ലെ? എല്ലാം പറഞ്ഞു കറക്റ്റ് ആണ്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബോഡി സൈസ്, പിന്നെന്താണ്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്, പിന്നെന്താണ്? എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഈ കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മളൊരു എന്താ പറയാ ഡയാലിസിസിന്റെ ഡ്യൂറേഷൻ നിശ്ചയിക്കുന്നത് അല്ലെ? ഓക്കെ, അടുത്തത് നോക്കിയേ. ദ പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ് ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻസ് ആർ കോൾഡ് ഡാഷ്. റീസെന്റ് ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ. ഓപ്ഷൻസ് വായിക്കാം. ESKD, ഓപ്ഷൻ ബി ARF, AVF, CRF. പറഞ്ഞ ഏതാണ്? ARF അല്ലെ? ഓക്കെ, എന്താണ്? അക്യൂട്ട് റീനൽ ഫെയിലിയർ. അക്യൂട്ട് റീനൽ ഫെയിലിയർ അല്ലെ? PSKD എന്താ? എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ ആണ് അല്ലെ? കിഡ്നിയുടെ ഫംഗ്ഷൻസ് ശാശ്വതമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ESKD എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? Dash is a surgical connection between an artery and a vein. എന്താണെന്നൊന്ന് പറഞ്ഞേ. സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ എന്താണ്? പറഞ്ഞേ. സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ ഏത് വാസ്കുലർ ആക്സസ് ആയിട്ടാണ്? ആർട്ടീരിയോ വീനസ്. ഓക്കെ, അതുവരെ കറക്റ്റ് ആണ്. ആർട്ടീരിയോ വീനസ് എന്താണ്? ബാക്കിയുണ്ടല്ലോ, എന്താണിത്? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. ഓക്കെ, അച്ഛൻ കാര്യമായിട്ട് ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്, പഠിച്ചു വെച്ചേക്കാണല്ലേ? ഓക്കെ, അപ്പൊ ബ്ലെസ്സി പറഞ്ഞു ഗ്രാഫ്റ്റ് മോളെ അതിലെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഗ്രാഫ്റ്റ് അതല്ല. സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ എന്ന് പറയുമ്പോൾ AV ഫിസ്റ്റുലയാണ് കേട്ടോ. അതേസമയം an artery and vein is connected through a holosynthetic tube എന്ന് പറയുമ്പോഴാണ് ഏത് ആൻസർ വരുന്നത്? AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോളോസിന്തറ്റിക് ട്യൂബ് ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ അന്ന് പറഞ്ഞു. അങ്ങനെ ഫിസ്റ്റുല എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്? ഒരു ആർട്ടറിനെ വെയിനും വെറുതെ സർജറിയിലൂടെ ജസ്റ്റ് കണക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ അല്ലെ? അതേസമയം എന്താണ്? ആർട്ടറി ആൻഡ് വെയിൻ ഇസ് കണക്റ്റഡ് ത്രൂ എ ഹോളോസിന്തറ്റിക് ട്യൂബ് ആണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാ? അതിനെ നമ്മൾ AV ഗ്രാഫ്റ്റ് എന്നാണ് പറയാം. ഓക്കെ, മാറിപ്പോകുന്നത് കേട്ടോ. The blood is purified inside your own body is called which type of dialysis? പറഞ്ഞേ, ഏത് ഡയാലിസിസിലാണ്? ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി. നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസ്. വെരി ഗുഡ്, അച്ഛൻ കറക്റ്റ് ആണ് കേട്ടോ. ശ്രീഷ്മ കറക്റ്റ് ആണ്. പെരിറ്റോണിയൽ ഡയാലിസിസ് കേട്ടോ. പിന്നെന്താണ്? വാസ്കുലർ ആക്സസ് സൈറ്റ് യൂസ്ഡ് ഫോർ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ്. നിമിഷ കറക്റ്റ് ആണ് കേട്ടോ. പെരിറ്റോണിയൽ ശ്രദ്ധിക്കാം. വാസ്കുലർ ആക്സസ് സൈറ്റ് യൂസ്ഡ് ഫോർ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ്. ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് നമ്മൾ ഉപയോഗിക്കുന്ന വാസ്കുലർ ആക്സസ് സൈറ്റ് ഏതാണെന്ന് ആലോചിച്ച് പറഞ്ഞു. ഇതായിരിക്കും. വെരി ഗുഡ്, അർജുൻ കറക്റ്റ് ആണ്. വാസ്കുലർ ആക്സസ് കത്തിയിട്ടാണ്. അർജുൻ എല്ലാം പഠിച്ച് നല്ല മിടുക്കനായിട്ട് എക്സാമിന് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ എന്താണ്? വീനസ് കത്തീറ്റർ ആണ് കേട്ടോ. വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ് കറക്റ്റ് കേട്ടോ. അതേസമയം നമ്മള് ലോങ് ടേം ഹീമോഡയാലിസിസിനായിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? അത് നമ്മൾ ഏത് ഫിസ്റ്റുല ഉപയോഗിക്കാറുണ്ട്, AV ഗ്രാഫ്റ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പെരിറ്റോണിയൽ ഡയാലിസിസ് ദാറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ ഈസ് കോൾഡ്. നമ്മള് 3 ടൈപ്പ് പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിച്ചിരുന്നു. CAPD, CPPD, അതുപോലെ ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അങ്ങനെ 3 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏത് പെരിറ്റോണിയൽ ഡയാലിസിസിനാണ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ? മെഷീൻ ആവശ്യമില്ലാത്ത പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതാ? വെരി ഗുഡ്, കറക്റ്റ് ആണ്. ശ്രീഷ്ണ, ശ്രീഷ്ണ, മരിയ, അർജുൻ കറക്റ്റ് ആണ് കേട്ടോ. അതാണ് CAPD അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ്. CAPD കേട്ടോ. അതിന് കുറെ ഫുൾ ഫോമുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പഠിച്ചു വെക്കണം.
അതുപോലെ തന്നെ നമ്മൾ അതില് എന്താണ് ഹീമോ ഡയാലിസിന്റെയും പെരിറ്റോണിയൽ ഡയാലിസിന്റെയും ഒക്കെ ആഫ്റ്റർ എഫക്റ്റുകളെ പറ്റി പഠിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഹീമോ ഡയാലിസിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്, പെരിറ്റോണിയൽ ഡയാലിസിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ എന്താണ്, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിച്ചേ. ഹു അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് റിക്വയർഡ് ടു ഗെറ്റ് ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസസ്? എന്താണ് who assist with the insurance issues required to get outpatient dialysis services. നിങ്ങളുടെ ഓപ്ഷൻസ് തരാം. ഡയാലിസിസ് കോർഡിനേറ്റർ, മെഡിക്കൽ സൂപ്രണ്ടന്റ്, സോഷ്യൽ വർക്കർ, നൺ ഓഫ് ദിസ്. ആരാണ് എന്ന് പറഞ്ഞേ? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് അല്ലെ? ഓക്കെ, ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അതുപോലെ clinical establishment that treats the patients with renal failure is known as. ഏതാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാണത്? ഇതാണ് ഡയാലിസിസ് സെന്റർ അല്ലെ? ഡയാലിസിസ് സെന്റർ കേട്ടോ. അതുപോലെ നമ്മള് സ്പില്ലേജ് വേസ്റ്റിന്റെ ചാപ്റ്റർ പഠിച്ചപ്പോ സ്പില്ലേജ് വേസ്റ്റുകളിൽ ഉൾപ്പെടുന്നത്, ഹോസ്പിറ്റൽ സ്പില്ലേജ് വേസ്റ്റിനകത്ത് ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് അതൊക്കെ നോക്കി വെക്കാം. പിന്നെ സോഴ്സസ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിന്റെ സോഴ്സസുകളുടെ, പിന്നെ നമ്മൾ ഓരോ സ്പില്ലേജ് വേസ്റ്റുകളെ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞു ഏകദേശം സ്റ്റെപ്പുകളൊക്കെ ഒരുപോലെയാണ്. പിന്നെ ലാസ്റ്റത്തെ ഭാഗങ്ങളൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. ബയോ റെമഡിയേഷൻ, ഗ്രീൻ കെമിസ്ട്രി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അനുസരിച്ച് നല്ലോണം വായിച്ചാൽ മതി. ഓപ്ഷൻസ് ഉണ്ടല്ലോ, പിന്നെ അത് ഐഡന്റിഫൈ ചെയ്യേണ്ട ടാസ്ക് മാത്രമാണ് വരുന്നത്. ഓക്കെ, അതുപോലെ മെഡിക്കൽ ടെർമിനോളജി നമ്മൾ പഠിച്ചപ്പോ പ്രിഫിക്സ് എന്താണ് അല്ലെ? ബിഗിനിങ് വേർഡ് ആണ് അല്ലെ? ബിഗിനിങ് ഓഫ് ദ മെഡിക്കൽ ടേമിനെ നമ്മൾ പ്രിഫിക്സ് എന്നാണ് പറയുന്നത്. സഫിക്സ് എന്ന് പറഞ്ഞാൽ എൻഡിങ് പാർട്ട് ആണ് കേട്ടോ. എൻഡിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേമിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ചീഫ് പാർട്ട്, എസെൻഷ്യൽ പാർട്ട്, ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേമിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊരു ഇത് തരാം. ഐഡന്റിഫൈ ദ കോമൺ റൂട്ട് വേർഡ് വിച്ച് മീൻസ് ലൈറ്റ്. ലൈറ്റ് എന്ന അർത്ഥം വരുന്ന കോമൺ റൂട്ട് വേർഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറഞ്ഞേക്കാണ്. ഫോർട്ട് ആണോ, OVO, മെൻ ദാറ്റ്. ഏതാണ്? ഫോട്ടോൺ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഫോട്ടോസിന്തസിസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം. പ്രകാശ സംശ്ലേഷണം എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഫോട്ടോ അല്ലെ? ഫോട്ടോ. എക്സ്പാൻഷൻ ഫോം ഓഫ് CAD, CAD in medical terms. CAD നിങ്ങൾക്ക് അല്ലാതെയും പഠിച്ചിട്ടുണ്ട് അല്ലെ? മറ്റേ ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചപ്പോ CAD-നെ പറ്റി പഠിച്ചിട്ടില്ലേ? പറഞ്ഞേ, എന്താണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ. CAD-ന്റെ ഫുൾ ഫോം എന്താണ്? അറിയില്ല. കൊറോണറി ആർട്ടറി ഡിസീസ് എന്നാണ് കേട്ടോ. അതാണ് കൊറോണറി ആർട്ടറി ഡിസീസ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് നിങ്ങളുടെ എക്സാമിന് ശേഷം കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക. അതുപോലെ നമ്മൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഒരു ടെൻഷനൊന്നും വേണ്ട. റിലാക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ കേട്ടോ. താങ്ക് യു.